ഹായ്. ഇത് നമ്മളെ ട്രോപ്പിക്കൽ ഗാർഡൻ്റെ സ്റ്റേജ് 5 ആണ് ട്ടോ. ഓൾമോസ്റ്റ് ഒരു 90% വർക്ക് കഴിഞ്ഞു. ഏകദേശം ഇനി നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കൂടെ ഇപ്പോൾ നമ്മളെ അടുത്തുള്ള പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പ്ലാന്റുകളുടെ വെക്കാനേ ഉള്ളൂ ബാലൻസ്. എല്ലതും കഴിഞ്ഞിട്ടുണ്ട് ബാക്കി. നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ അതിലെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നടക്കണ ഒരു സ്റ്റോൺ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ സ്റ്റോണിന് പകരം നമ്മളെന്താ വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ ചെയ്തിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫുൾ കോൺക്രീറ്റ് ഫില്ലിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളേക്ക് ഇന്നിപ്പോൾ ജസ്റ്റ് ഫ്രെയിം ഇട്ട് കോൺക്രീറ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ നാളേക്ക് അത് നമുക്കത് എടുത്ത് നമ്മൾ നല്ല പെയിൻറ്റിങ് പോളിഷ്മാർ പെയിൻറ്റ് ചെയ്യാം. കുറച്ച് ഷൈനിങ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലുക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ നമ്മളിന്ന് വാങ്ങിയ ഇത് വാങ്ങിയൊരു പ്ലാന്റ് ആയിരുന്നു. ഇത് കുറച്ച് നിറയെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പ്ലാന്റ് ചെയ്ത് വെച്ചതാണ് ട്ടോ. ഇതൊക്കെ ഇന്ന് നമ്മൾ വാങ്ങിയതാണ്. ഇത് കലാത്തിയ ലൂട്ടിയ എന്നുള്ള പ്ലാന്റിൻ്റെ ചെറുതായിരുന്നു ട്ടോ. അതൊരു 6 എണ്ണം ഉണ്ട്. നമുക്ക് ആ ബോർഡറിലായിട്ട് ഇതിൻ്റെ ബോർഡറിലായിട്ട് നമ്മൾ ചെയ്തതാണ് അത്. അപ്പോൾ നല്ല വളർന്ന് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഒരു 2, 3, 4 ടൈപ്പ് പ്ലാന്റുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല ട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറഞ്ഞു തരില്ല. നിങ്ങൾക്കറിയുന്ന ആ പ്ലാന്റുകളുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം ട്ടോ. എനിക്ക് ശരിക്കും അതിൻ്റെ പേരുകളൊന്നും അറിയില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുമില്ല. പിന്നെ ഞാൻ അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു തരാം അതിൻ്റെയൊക്കെ പ്ലാന്റിൻ്റെ പേരുകൾ. ഇതൊക്കെ ഇന്ന് നമ്മൾ വാങ്ങിയത്. ഇതൊക്കെ കോസ്റ്റ് വളരെ കുറവാട്ടോ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ്. ജസ്റ്റ് 40 റുപ്പീസാണ് ഇതിനൊക്കെ വരുന്നത് നമുക്ക്. അപ്പോൾ അതൊക്കെ ഇട്ട് ഒരു നല്ല ലുക്ക് വരും അതിന് വേണ്ടിയിട്ടാണ് ട്ടോ. ഇത് നമ്മളൊരു പൈപ്പിൽ നമ്മൾ കയറ് കെട്ടിയതായിരുന്നു. മണി പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട്. മണി പ്ലാന്റ് അതിൽ നിൽക്കുമ്പോൾ ഒരു ലുക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് ട്ടോ. പിന്നെ ഇന്ന് നമ്മൾ വാളിൽ എന്തെങ്കിലും ചെയ്യണം. വാളിൽ ഇതുവരെ ചെയ്ത് കണ്ടില്ല. അപ്പോൾ വാളിൽ കുറച്ച് പ്ലാന്റുകൾ വെച്ചാണ്. പ്ലാന്റ് അല്ല, അതൊരു വള്ളിയാണ്. ആക്ച്വലി അത് ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ അവൻ്റെ ചുമരിൽ അത് താനെ വളർന്നതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചാണ് ട്ടോ. ഇത് ഒരു ഇതാണ് ട്ടോ. ഇത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? ഇത് ആക്ച്വലി വെള്ളത്തിലാണ് ഉണ്ടാവുക. ആമ്പലൊന്നുമല്ല. ആമ്പലിൻ്റെ നമുക്ക് നല്ല പൂവൊക്കെ ഇടും. ഒരു വൈറ്റ് കളർ പൂവൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരു മരത്തിൽ ഫുള്ളായിട്ട് നമ്മൾ ആ കയറ് കെട്ടിയതാണ്. കയറ് കെട്ടിയിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് എന്താ പറയുക, ഒരു ഇതാ നമ്മൾ ചെയ്തതാണ്. ഇനി അതും കയറ് ചുറ്റുകയാണ്. കയറ് ചുറ്റിയിട്ട് നമുക്കൊരു കലത്തിൽ നമ്മളൊരു ചെടിയുണ്ട്. നമ്മൾ അമ്മേൻ്റെ അടുത്ത് നിന്ന് എടുത്തതാണ് ട്ടോ ആ ചെടി. അപ്പോൾ അത് താഴെ വെക്കേണ്ട, കലം പൊട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു. കലം നല്ല ഭംഗിയിലുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രെയിം സ്റ്റാൻഡ് മാതിരി ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ വെക്കാം. ഇതിപ്പോൾ എന്ന് വെച്ചാൽ കലം വെക്കുമ്പോൾ കലം ചെരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് കയറായിട്ട് ഉണ്ടാക്കി, റൗണ്ട് റിങ് ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? അതിൽ 2 ടൈപ്പ് ചെടികളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മളതിൽ കുറേ ദിവസം മുമ്പേ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ എടുത്ത് മാറ്റി പുതിയ വെള്ളം നമ്മൾ ഫില്ല് ചെയ്തു. ഇപ്പോൾ ഇരുടായിട്ടോ. നമ്മൾ കോഴിക്കാർപ്പിനെ വാങ്ങിയതായിരുന്നു. കോഴിക്കാർപ്പിനെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒരു 90% ആൾക്കാരും കോഴിക്കാർപ്പിനെ ഇടാനാണ് കമൻറ്റ് ചെയ്തത്. അതുകൊണ്ട് അതും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നാളെ ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് കാണാം എന്തായാലും. ഇത് ഏകദേശം ഒരു 90% നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യണേ. നമുക്ക് പുതിയ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കാണുക. അതേമാതിരി ഷെയറും ചെയ്യട്ടോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, നാളെ കാണാം ട്ടോ. ഇനി ബൈ.